ആടും കൂടെ അടിച്ചു കഴിഞ്ഞ കൂട്ടുകാരൻ ഇവിടെ ചൂടില്ല. ഇനി അടുത്ത പടി പറഞ്ഞാലേ ഇതുണ്ടോ, ആടുകൾ കഞ്ഞി കുടിച്ചതിൻ്റെ ബാക്കി ഇത്ര ഉണ്ട്. ഇതിവിടെ ഒരു പാത്രത്തിൽ ഞാൻ ഇങ്ങനെ പാത്രത്തിലല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊട്ടി വെക്കും. അപ്പോൾ കോഴികൾക്ക് തിന്നാൻ പറ്റും. അവർക്ക് വിശക്കുമ്പോൾ അവർ തിന്നും. ഞാൻ ആടുകൾക്ക് കഞ്ഞിയും വെള്ളം കൊടുത്ത പാത്രങ്ങളുണ്ട്, അത് കഴുകണം. മനസ്സിലായോ? തെങ്ങിൻ്റെ ചോട്ടിലൊന്നും ഇപ്പം നിൽക്കാൻ പറ്റില്ല കേട്ടോ. കുരങ്ങന്മാർ കണ്ടോ, കുരങ്ങന്മാരുടെ തെങ്ങുന്ന് തേങ്ങ മറിക്കും. ഇതാ ഇതൊന്നും ഒന്നിനും കൊള്ളില്ല ഈ തേങ്ങയൊന്നും. ഇത് പറിച്ചിട്ട് അപ്പുറത്ത് മാവ് പോയി ഇരുന്നിട്ട് നമ്മുടെ തലയിൽ കയറി. നമ്മളിവിടെ തുണി അലക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ തുണി അലക്കാൻ എനിക്ക് പേടിയാണ് ഇവിടെ അലക്കാൻ. ഇന്നലെ എറിഞ്ഞതാണ് എന്നെ. ആ മാവ് പോയി കുതിരിക്കും. നമ്മൾ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് കുരങ്ങുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളിവിടെ തേങ്ങ അലക്കും, അല്ല തുണി അലക്കും. പക്ഷെ കുരങ്ങ എന്ത് ചെയ്യും, തെങ്ങിൻ്റെ മുകളിൽ കുത്തിരിക്കില്ല, നേരെ ആ മാവ് പോയി ഇരുന്നിട്ട് അവിടെ നിങ്ങോട്ട് എറിയും. തേങ്ങ വെച്ച് നല്ല ഏറാം, തലേക്ക് വീഴും. അപ്പോൾ പേടിയപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ തുണി അലക്കാൻ. എനിക്ക് ഇനി തുണി അലക്കണ കല്ല് അപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റിയിടണം, എന്നാലേ ഇപ്പം അലക്കാൻ പറ്റൂ. അദ്ദേഹം കുരങ്ങൻ്റെ ഏറ് തലയിലേക്കാണ് വീണേ. ഇനി പാത്രം കഴുകണം. ഇത്രയും പണിയേ കഴിഞ്ഞിട്ടുള്ളൂ. പുല്ലരിഞ്ഞു, ആടുകളെ കൊണ്ട് കെട്ടി, ആടും കൂടെ അടിച്ചു വാരി ഇതാ ഒരു കെട്ട് പുല്ലും അരിഞ്ഞിട്ട് വന്നു. ഇനിയിപ്പോൾ തുണികൾ അലക്കാണ്ട്, തുണികൾ അലക്കാടണം, വീട് അടിച്ച് വരണം, തുടയ്ക്കണം, കൂട്ടാൻ വയ്ക്കണം, ഒരു പരപ്പ് പണി. ഓക്കെ. ഈ ചെക്കന് വല്ലതും അറിയണോ? ചെക്കന് ഇവിടെ കിടന്നാൽ പോരെ. നേരത്തിന് മീനില്ലെങ്കിൽ അവൻ ഭക്ഷണവും കഴിക്കില്ല. അവന് അത്രയല്ലേ അറിയണ്ടുള്ളൂ. കിടക്കാനിരിക്കാൻ നേരമില്ല.